എല്ലാവർക്കും നമസ്കാരം. വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കേൾക്കാൻ പറ്റിയ ഒരു കൃഷ്ണാനുഭവമാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ കടക്കാം. എനിക്ക് ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കാനുണ്ട്. ത്രിമധുരം ഗ്രൂപ്പിൽ വരുന്ന കഥകളെല്ലാം ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. ചെറുപ്പം മുതലേ ഗുരുവായൂരിൽ ദർശനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. ഭഗവാന്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഒരുപക്ഷെ ഗുരുവായൂരിൽ വെച്ചല്ല ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ 2025 വിഷുദിനത്തിൽ ഞാനും എൻ്റെ ചേച്ചിയും കൂടി വിഷുക്കണി കാണാനും ഭഗവാനെ ദർശിക്കാനുമായിട്ട് ആലുവയിൽ നിന്നും വെളുപ്പിന് 5:24 ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ ഗുരുവായൂർക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിലെ ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടു. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ മനസ്സിലൊരു തോന്നൽ. അതൊന്നും വകവയ്ക്കാതെ വിഷുവല്ലേ, വിഷുക്കണി കാണണം, ഭഗവാനെ കാണണം, അതുമാത്രമായിരുന്നു മനസ്സിൽ. അങ്ങനെ ചെറിയ ചെറിയ തടസ്സങ്ങൾ അതിജീവിച്ച് ഗുരുവായൂരിലെത്തി. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തിരക്ക്, വളരെ വലിയ ക്യൂ. സെക്കൻഡുകൾ കൊണ്ടാണ് ക്യൂ നീളുന്നത്. വിഷുവല്ലേ, വരുന്നവരെല്ലാം തന്നെ ക്യൂവിലേക്ക് കയറുന്നു. ക്യൂവിൽ കയറുന്നതിന് മുൻപ് ചെരുപ്പ്, ബാഗ്, ഫോണും സുരക്ഷിതമായിട്ട് കൗണ്ടറിൽ ഏൽപ്പിക്കണമല്ലോ. ഞാനിതെല്ലാം ചേച്ചിയെ ഏൽപ്പിച്ച് കൗണ്ടറിൽ കൊടുക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ക്യൂവിൽ കയറുന്നതിന് മുൻപേ ഒന്ന് ബാത്റൂമിൽ പോയാൽ കൊള്ളാമെന്ന് തോന്നി. കാരണം പെട്ടെന്നൊന്നും ക്യൂവിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ഇനിയാണ് സംഭവം. ഞാൻ ബാത്റൂമിൽ പോയി തിരികെ വരുമ്പോൾ സാധനങ്ങളെ ഏൽപ്പിക്കാൻ നീണ്ട നിരകൾ കാണാം. എന്നാൽ ഈ ക്യൂവിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു, ലേഡീസ് ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക്. കണ്ടാൽ ലോഡിംഗ് തൊഴിലാളിയാണെന്നേ തോന്നൂ. മുണ്ടെടുത്ത് തോർത്ത് കഴുത്തിലൂടെ ചുറ്റി, ശാന്തമായ മുഖം, പക്ഷേ നോക്കുന്നത് എന്നെ തന്നെ. എനിക്ക് എന്തോ ദേഷ്യം തോന്നി. ഇയാൾ എന്തിനാണ് ക്യൂവിൽ നിൽക്കാതെ മാറി നിൽക്കുന്നത്? എന്നെ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? സ്റ്റെപ്പുകൾക്ക് താഴെ അങ്ങനെ നിൽക്കുന്നു. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൗണ്ടറിൽ സാധനങ്ങളെ ഏൽപ്പിക്കാൻ നിർത്തിയ എൻ്റെ ചേച്ചിയെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴും അയാൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് ചേച്ചി എന്നെ കൈ കാണിച്ചു, ഞാൻ ചേച്ചിയെയും. പെട്ടെന്നാണത് സംഭവിച്ചത്. ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ ഏൽപ്പിക്കുന്ന കൗണ്ടറിലേക്ക് ഇറങ്ങുന്ന മുകളിലത്തെ സ്റ്റെപ്പിൽ എൻ്റെ കാൽവിരൽ സ്റ്റെപ്പിന് താഴെ ചെറിയ ദ്വാരത്തിലുടക്കി. ഞാൻ നേരെ താഴേക്ക് വീഴുകയാണ്. പിന്നീട് കാലുകൾ നേരെ വെക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. അടുത്ത സ്റ്റെപ്പ് ചവിട്ടിയോ എന്നെനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, ഞാൻ മുഖമടച്ച് വീഴാൻ തുടങ്ങുകയാണ്. ഇനി രക്ഷയില്ല. എൻ്റെ കയ്യിൽ നിന്ന് ബാലൻസ് നഷ്ടപ്പെട്ടു. സെക്കൻഡിനുള്ളിൽ എനിക്ക് മനസ്സിലായി, ഇനി രക്ഷയില്ല. കമഴ്ന്നടിച്ച് വീഴും, മുഖം വികൃതമാകും, എന്തെങ്കിലും കാര്യമായി സംഭവിക്കും. കാരണം മുകളിലത്തെ 4ാമത്തെ സ്റ്റെപ്പിൽ നിന്നുമാണ് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഭഗവാനെ വിളിക്കാൻ പോലുമുള്ള സമയമില്ല. കണ്ടു നിന്നവരെല്ലാം അയ്യോ ഭഗവാനെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആരും ക്യൂവിൽ നിന്നും മാറാൻ തയ്യാറായില്ല. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എന്നെ മാത്രം നോക്കിക്കൊണ്ട് നിന്ന ആ വ്യക്തി, ഞാൻ വീഴാൻ പോയ നേരം, ഞാനൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം എൻ്റെ 2 കൈപ്പത്തിയും ചേർത്ത് പിടിച്ചു നിൽക്കുന്നു. എനിക്ക് പരസ്പരബോധം നഷ്ടമായി. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഞാൻ സുരക്ഷിതയായി അദ്ദേഹത്തിൻ്റെ കൈകളിൽ. തൊഴുതുപിടിക്കുന്നത് പോലെ എൻ്റെ കൈകൾ അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു, ഒരു പോറൽ പോലും ഏൽക്കാതെ. അദ്ദേഹം പറഞ്ഞു, ഒന്നും പറ്റിയില്ല, ഭഗവാൻ രക്ഷിച്ചു. ഇതെഴുതുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നു. ആ രംഗം എൻ്റെ മനസ്സിൽ തെളിയുന്നു. വീഴാൻ പോയ എന്നെ താങ്ങി നിർത്തിയ ആ കൈകളെ ചേർത്ത് പിടിച്ച് ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും എന്നോടല്ല പറയേണ്ടത്, ഞാനല്ല പിടിച്ചത്, ഭഗവാനാണ്, ഭഗവാനോട് നന്ദി പറയൂ എന്ന്. പിന്നീട് ഞങ്ങൾ ദർശനത്തിലുള്ള ക്യൂവിൽ നിന്നും ഏകദേശം 5 മണിക്കൂറിന് ശേഷമാണ് ഭഗവാനെ കാണാൻ സാധിച്ചത്. ഭഗവാനെയും വിഷുക്കണിയും കണ്ണിറച്ച് കണ്ട് സന്തോഷമായി. പുറത്തിറങ്ങിയ ഞാൻ എന്നെ താങ്ങി നിർത്തിയ വ്യക്തിയെ തേടി അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷേ കണ്ടെത്താനായില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്നെ രക്ഷിച്ചത്. ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. അതിനുശേഷം ഇക്കഴിഞ്ഞ തിരുവോണത്തിനാണ് ഞാൻ ഗുരുവായൂരിൽ വീണ്ടും പോയത്. അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്റ്റെപ്പുകളെ പൊളിച്ചു മാറ്റി അവിടെ യഥേഷ്ടം നടക്കാൻ പാകത്തിന് സ്ലോപ്പാക്കി മാറ്റിയിരിക്കുന്നു. അതും എൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ഇത് ഭഗവാന്റെ ലീലയല്ലാതെ മറ്റെന്താണ്? ഹരേ കൃഷ്ണ. ഒന്നും പറയാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എന്താണ് അത്രയും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണല്ലേ. ഈ ദിവസം ശരിക്ക് ഏറ്റവും സന്തോഷമായി മാറുന്നത് ഇത്തരം അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ്. ഹരേ കൃഷ്ണ.